Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു കുഞ്ഞി റെസിപ്പി ആട്ടോ. ഒരു ഈവനിംഗ് സ്നാക്സ് ആണ് പഴം വിളയിച്ചത്. അതാട്ടോ. അപ്പോൾ ഞാനിത് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. എൻ്റെതായ രീതിയിൽ ഞാനൊരു ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. ഇതാണ് എൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഞാൻ ഒരുപാട് നെയ്യും പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. വളരെ കുറച്ച് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പഴമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പഴം എടുക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ വട്ടത്തിലാണ് അരിയണത്. അപ്പോൾ കുറച്ച് കനത്തിൽ വേണം അരിയാനായിട്ട്. ഭയങ്കര നൈസായി പോയത്. നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ പഴം അരിഞ്ഞു കൊടുക്കത്തില്ലേ, അതുപോലെ ചെറിയ പീസിൽ അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ നമുക്ക് പഴം ഒന്ന് വിളയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പഴം വിളയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴം നെയ്യിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് വാടി വരണം കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ നെയ്യും പഞ്ചസാരയും ഈ പഴത്തിൽ നന്നായിട്ട് പിടിച്ചു വരണം. പണ്ടൊക്കെ നമ്മൾ പഴം വിളയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഴം വിളയിക്കുന്നത്. അന്നേരം നമ്മൾ നെയ്യിൽ വിളയിക്കുമ്പോഴത്തേക്കും തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാട്ടോ വിളയിച്ചെടുക്കുന്ന പഴം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ഓൾറെഡി നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നെയ്യും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് വാടി വരും. അപ്പോൾ ഇത് ആ പഴത്തിൻ്റെ പുറത്ത് പഞ്ചസാരയും നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ നല്ല ഇതാട്ടോ. ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ അവൽ ചേർക്കാം. ഇതിലേക്ക് 5 കശുവണ്ടി പൊട്ടിച്ചെടുത്താണ് അത് ചേർക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി, ഒരു 10 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ആ മുന്തിരി ഒന്ന് മൂത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേണം ഇതൊന്ന് മൂത്ത് വരാനായിട്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണും കൂടി ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങയായിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതിൽ കിടന്നിട്ട് ആ തേങ്ങ മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാളും അധികം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്തോളൂ കേട്ടോ. അതുപോലെ മധുരവും കുറവ് തന്നെയാണ് ഇത് ചേർത്തേക്കണത്. ഇവിടെ ഞങ്ങൾ മധുരം കുറച്ച് കുറവാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളി ചേർക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർക്കാം. ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പഴവും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ.
ആ എള്ളും തേങ്ങയും കശുവണ്ടിയും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ സ്കൂൾ വിട്ടിട്ടൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്മ വിശക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പഴം വിളയിച്ച റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ അതിൻ്റെ ടെക്സ്ചർ. അല്ല കറക്റ്റ് ആ എള്ളൊക്കെ കൂടെ എള്ളതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത് വന്നപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ മധുരമാണെന്നുണ്ടെങ്കിൽ ഓവർ മധുരമൊന്നുമല്ല, ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ കൂടുതൽ ചേർക്കാം. കുട്ടികൾക്ക് മധുരമൊക്കെ അധികം കിടക്കുമ്പോഴേക്കല്ല ഇഷ്ടം വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇച്ചിരി അധികം മധുരവും നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പഴം വിളയിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റീസൺ എന്താണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. എന്നാൽ മാത്രമല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.